എന്റെ കൃഷ്ണനാണ് എന്റെ സർവസ്വം. എന്റെ കൃഷ്ണനാണ്. എല്ലാവരിലും ഞാൻ ഭഗവാനെയാണ് കാണുന്നത്. ഭഗവാനെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ കൈ വിടൂല എന്നുള്ള 100% എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ കരഞ്ഞു കണ്ണന്റെ മുമ്പിൽ. ഇന്ന് എനിക്ക് അകത്ത് വരാൻ പറ്റില്ല, ഞാൻ തിരിച്ചു പോവാണ്. ഇനി അടുത്ത കൊല്ലം വരുള്ളൂ. ഇത് കരഞ്ഞപ്പോ ഒരാള്, എനിക്കറിയില്ല ആരാണെന്ന്, അവര് വന്ന് എന്നെ തോണ്ടി വിളിക്കാൻ വരുമോ, ഞാൻ അകത്തേക്ക് കൂട്ടിക്കൊണ്ടാവാം. നമസ്തേ, ജ്യോതിഷ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീ പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാം മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാം അനുസന്ധതാമീം ഭഗവത്ഗീതയെ ഭവദ്വേഷിണി. അതെ, ഭഗവാൻ മഹാഭാരത കഥയിലെ ഒത്ത നടുക്കായി ആ രണഭൂമിയിൽ വെച്ച് അദ്വൈതാമൃതം പാർത്ഥനെന്ന് നമ്മളെല്ലാവരുമാകുന്ന ഭക്തജനങ്ങൾക്കായി ആ മഹാഗുരു ഭഗവത്ഗീത ഉപദേശിച്ച ദിവസം, ഗുരുവായൂരപ്പന്റെ പ്രതിഷ്ഠ ഗുരുവും വായുവും കൂടി പരമേശ്വരന്റെ സാന്നിധ്യത്താൽ നിർവഹിച്ചു എന്ന് വിശ്വസിക്കുന്ന മഹത്തായ പുണ്യദിനം. ഒരുപാട് ഭക്തർക്ക് ഭഗവാന്റെ സായുജ്യവും ഭഗവാന്റെ അനുഭവവും ഭഗവാന്റെ ദർശനങ്ങളും അങ്ങനെ പറഞ്ഞാൽ ഒടുങ്ങാത്ത ഒരുപാട് അനുഭവങ്ങളുള്ള, ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസം. അതെ, ഗുരുവായൂർ ഏകാദശി. അതിന്റെ വിശേഷങ്ങളിലേക്ക്, അതിന്റെ യഥാർത്ഥ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ചൊരിഞ്ഞു കിട്ടുന്ന ആ ദൃശ്യങ്ങളിലേക്ക് ജ്യോതിഷ വാർത്തയിലെ എല്ലാ പ്രേക്ഷകരെയും ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളുന്നു. ഹരേ കൃഷ്ണ. അമ്മ നമസ്തേ. എന്താ അമ്മയുടെ പേര്? ജയശ്രീ. എവിടുന്നാ വരണേ? ചിറ്റാറ്റുകര. ആദ്യമായിട്ടാണോ ഭഗവാന്റെ അടുത്ത്? അല്ലല്ല, എല്ലാ ഏകാദശിക്കും വരാറുണ്ട്. ഭഗവാൻ തൊഴണമെന്ന് പറഞ്ഞ് വന്നതാ. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ കയറി തൊഴാൻ പറ്റും. പിന്നെ ഭഗവാനെ ഞാൻ 2 വയസ്സ് തൊട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ സ്നേഹിച്ചു തുടങ്ങിയതാ. എന്റെ ജീവിതാവസാനം വരെ എന്റെ കൃഷ്ണനല്ല, എനിക്ക് എന്റെ കൃഷ്ണനാണ് എല്ലാം. എന്റെ ഭർത്താവിന്റെ ഒരു പ്രദീപ്, ജയശ്രീ പ്രദീപ് എന്നാണ് ഞാൻ അറിയപ്പെടുന്നത് കേട്ടോ. എന്റെ ജീവിതാവസാനം വരെ, മരിച്ചു കഴിഞ്ഞാലും എന്റെ ആത്മാവ് ഭഗവാന്റെ ധാമത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് എന്റെ എല്ലാം എന്റെ പൊന്നുണ്ണി കണ്ണനാ, എന്റെ പൊന്നു ഗുരുവായൂരപ്പനാ. ആ ഭഗവാൻ എനിക്ക് അനുഗ്രഹം തന്നിട്ടുമുണ്ട്. ഭഗവാനാണ് എന്നെ നോക്കുന്നത്. ഭഗവാനാണ് എനിക്ക് സർവസ്വം തന്നത്. ഭഗവാനാണ് എന്റെ എല്ലാം. എനിക്ക് എന്ത് തന്നിട്ടുണ്ടോ അതെല്ലാം ഭഗവാന്റേത്. എന്റേതായിട്ട് ഒന്നുമില്ല എനിക്ക്. എല്ലാം എന്റെ ഭഗവാന്റെ, ഗുരുവായൂരപ്പന്റെ, എന്റെ കൃഷ്ണന്റെ. ഞാൻ ശ്രീകൃഷ്ണ ഭക്തയാണ്. എന്റെ സർവസ്വമായ എന്റെ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ഏകാദശിക്ക് വരുന്ന എല്ലാ മനുഷ്യരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും ഉള്ളിലും കുടികൊള്ളുന്നത് ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്. ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, ഈശ്വരൻ സർവഭൂതാത്മ. കൃഷ്ണനാണ് ഓരോ മനുഷ്യന്റെ ഉള്ളിൽ കുടികൊള്ളുന്നത്. അപ്പൊ 2 വയസ്സോട്ട് ഞാൻ എന്റെ കൃഷ്ണനെ വിളിക്കാൻ തുടങ്ങിയതാ. എന്റെ വീട്ടിൽ നല്ല കൃഷ്ണന്റെ ഫോട്ടോ ഇല്ലാഞ്ഞിട്ട് ഞാൻ അയലത്തെ വീട്ടിൽ പോയി അവരുടെ ജനല് വഴി അവിടുത്തെ കൃഷ്ണനെ നോക്കിയിരുന്ന് കാണുമായിരുന്നു. ഇത്രയുള്ള കൊച്ചു കുഞ്ഞാവായിരുന്നു ഇപ്പൊ തൊട്ട്. അങ്ങനെ ഞാൻ എന്റെ ഭഗവാൻ 10 വയസ്സിൽ ഞാൻ ഹരിനാമ കീർത്തനം കാണാതെ പഠിച്ചു. അങ്ങനെ ഞാൻ ഹരേ കൃഷ്ണ ജപിച്ച് ഞാൻ നടക്കുക. ഞാൻ മരിക്കുന്ന സമയത്തും എന്റെ ഭഗവാന്റെ രൂപം ഓർത്ത് എന്റെ ഭഗവാന്റെ നാമം ചൊല്ലി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്റെ കൃഷ്ണനാണ് എന്റെ സർവസ്വം. എന്റെ കൃഷ്ണനാണ്. എല്ലാവരിലും ഞാൻ ഭഗവാനെയാണ് കാണുന്നത്. ഈശ്വരനെ, കൃഷ്ണനെ, ഗുരുവായൂരപ്പനെ കാണുന്നത്. ഇന്ന് ഭഗവാൻ അർജുനന് ഗീത ഉപദേശിച്ചു കൊടുത്ത ദിവസമാണ്. പിന്നെ മേൽപ്പത്തൂര് നാരായണി എഴുതി സമർപ്പിച്ച ദിവസമാണിന്ന്. പിന്നെ അതുപോലെ തന്നെ അന്നത്തെ പ്രത്യേകതയുള്ള ദിവസമാണ് ഇന്ന് മോക്ഷ ഏകാദശി എന്നാ പറയുന്നത്. ആ ഏകാദശി എടുക്കുന്നത് ഈ വൈകുണ്ഠത്ത് വന്ന് എത്തിപ്പെടാൻ തന്നെ ഭാഗ്യം ചെയ്യണം. എത്രയോ ജന്മങ്ങളിൽ ചെയ്ത പുണ്യം കൊണ്ടായി വൈകുണ്ഠത്തിൽ ഇന്ന് എത്തിച്ചേരുന്നറിയാവോ? എല്ലാവർക്കും ആ പുണ്യം ഉണ്ടാകും. ആ പ്രാർത്ഥനയിലായിട്ട് ഭഗവാനെ തൊഴാൻ വന്നതേ ഉള്ളൂ, തൊഴുതില്ല. ഭഗവാനെ നന്നായിട്ട് തൊഴാൻ പറ്റട്ടെ. പ്രാർത്ഥന എല്ലാവർക്കും, ഭഗവാന് വേണ്ടിട്ട് എല്ലാവർക്കും വേണ്ടിട്ട് പ്രാർത്ഥിക്കാം. അമ്മ നമസ്തേ. എന്താ അമ്മയുടെ പേര്? പ്രമീള. എവിടുന്നാ വരണേ? ബാംഗ്ലൂരിന്ന്. മോന്റെ കല്യാണം ഇപ്പൊ നടന്നുള്ളൂ. കല്യാണമായിരുന്നു, അപ്പൊ വിശേഷമായിരുന്നു അല്ലേ? ഭഗവാനെ തൊഴുതു പോയിന്ന്? ഇല്ല, പുറത്തു നിന്ന് തൊഴുതു. ഇല്ല, തിരക്കല്ലേ, നാളെ വരണം. ഭഗവാനോട് എന്തൊക്കെയാ പറഞ്ഞേ? പറയാൻ എന്താ, സകല ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്മാർക്കും നല്ലത് വരണേ,
നല്ലത് മാത്രം തോന്നിക്കണേ, ചീത്തതൊക്കെ ദുഷ്ടമൊക്കെ പോട്ടെ ഇവിടുന്ന്. ജീവിതത്തിലും വലിയൊരു സന്തോഷമുള്ള ഒരു ദിവസം കൂടിയാണ്. ഗുരുവായൂർ ഏകാദശിയുടെ ഒപ്പം തന്നെ മനസ്സിൽ എപ്പോഴും ചേർത്ത് വെക്കാനുള്ള ഒരു അനുഭവം കൂടെ കിട്ടിയിരിക്കുകയാണ്. ഭഗവാനെ കുറിച്ച് രണ്ടു വാക്ക് പറയോ? ഭഗവാനെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ കൈ വിടില്ല എന്നുള്ള 100% എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് കുറേ അങ്ങനെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഇന്നും എന്നും എല്ലാവരുടെ അടുക്കും ദൈവം ഉണ്ട്, കൂടെ ഉണ്ട്. പക്ഷെ വിശ്വസിക്കണം ദൈവത്തിനെ. ഭഗവാൻ എന്തായാലും ഭഗവാൻ തന്നിട്ടുള്ള, നമുക്കായിട്ട് തന്നിട്ടുള്ള ചെറിയ ചെറിയ സമ്മാനങ്ങൾ ഉണ്ടാവില്ല അനുഭവങ്ങളായിട്ട്, അതൊന്ന് പറയാൻ സാധിക്കുന്നൊന്ന് പറയാമോ? പറയണമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 2-3 കൊല്ലം മുമ്പേ ഞാൻ ഭഗവാനെ തൊഴാൻ വന്നു. ഭയങ്കര തിരക്കായിരുന്നു, അകത്ത് പോയി. അവിടെ നടക്കുന്നൊന്നും തൊഴാൻ കൂടിയും പറ്റാത്ത ഒരു സ്ഥിതിയായിരുന്നു. അപ്പോ എന്നെ ഭർത്താവ് എനിക്ക് പൈസ കൊടുത്ത് അകത്തേക്ക് കൂട്ടി കൊണ്ടുപോവാന്ന് പറഞ്ഞു. പക്ഷെ ബാക്കിയുള്ളവർ ദൈവത്തിനെ കാണണമെങ്കിൽ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അവിടെ നിന്ന് തൊഴുതാൽ മതി. ഞാൻ കരഞ്ഞു കണ്ണന്റെ മുമ്പിൽ. ഇന്ന് എനിക്ക് അകത്ത് വരാൻ പറ്റില്ല, ഞാൻ തിരിച്ചു പോവാണ്, ഇനി അടുത്ത കൊല്ലേ വരുള്ളൂ. ഇത് കരഞ്ഞപ്പോ ഒരാള്, എനിക്കറിയില്ല ആരാണെന്ന്, അവര് വന്ന് എന്നെ തോണ്ടി വിളിക്കാൻ വരുമോ, ഞാൻ അകത്തേക്ക് കൂട്ടി കൊണ്ടുപോകാം. ആ സംഭവം എനിക്ക് മറക്കാൻ പറ്റില്ല. ഒരു 3 കൊല്ലം മുമ്പ് നടന്ന സംഭവം. അങ്ങനെ ഓരോ കൊല്ലം വരുമ്പോ തൊഴാൻ പറ്റുമോ, ഈ തിരക്കിൽ എനിക്ക് നിൽക്കാനും പറ്റില്ല. പക്ഷെ എങ്ങനെയാണ് ദൈവം സാധിക്കുന്നുണ്ട് അകത്തുണ്ടാവും. അതുമാതിരി കൊല്ലം ഞാൻ വിചാരിക്കുന്നു, ഇന്ന് എന്റെ മോന്റെ കല്യാണമാണ്, നാളെ സാധിക്കുമെന്നുള്ള എനിക്ക് ഉറപ്പുണ്ട്. എന്റെ കണ്ണ എന്നെ കൊണ്ടുപോകും. പുണ്യനെ തൊഴുതിട്ടേ പോവുള്ളൂ. സത്യമായിട്ടും അതിനുള്ള വഴി ദൈവം കാണിച്ചു. ഗുരുവായൂർ ഏകാദശിയിൽ വരുന്നവരോട് അമ്മയുടെ അനുഭവത്തിൽ നിന്ന് എന്താണ് പറയാനുള്ളത്? തന്നെ അനുഭവം ഒന്നുമില്ല, ദൈവത്തിനെ വിശ്വസിക്കുക. ബാക്കിയുള്ളതൊക്കെ ദൈവത്തിന്റെ കയ്യിലാണുള്ളത്. ഞങ്ങള് അവരെ വിശ്വസിച്ച് ചെയ്യുക കാര്യങ്ങൾ. അപ്പോ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ നടക്കും 100%. അമ്മയുടെ പേരെന്താ? പത്മാവതി അമ്മ. എവിടുന്നാ വരണേ? എറണാകുളം. ഭഗവാനെ തൊഴുതുവോ? ഭഗവാനെ നല്ലതുപോലെ തൊഴുതു. 4, 5, 6 പ്രാവശ്യം തൊഴുതു. ഇന്നലെ 4 പ്രാവശ്യം തൊഴുതു, ഇന്ന് 2 പ്രാവശ്യം ഭഗവാനെ തൊഴുതു. തൊഴുതു. ഭഗവാനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോ? എല്ലാ കാര്യവും പറഞ്ഞു. എന്റെ മക്കൾക്ക് നല്ല വരാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് കിടക്കാടം കിട്ടണേന്ന് ഭഗവാനോട് ഞാൻ പ്രാർത്ഥിച്ചു. എല്ലാം ഞാൻ പ്രാർത്ഥിച്ചു. ഭഗവാന് വൃത്തിയായിട്ട് ഞാൻ തൊഴുതു, നല്ലപോലെ തൊഴുതു. ശരിക്ക് തിരക്കുണ്ടെങ്കിലും നല്ലതായിട്ട് ഭക്ഷണവും കഴിച്ചു. എല്ലാം കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ് പണം വേറെ ആരുടെ കൊടുത്തിട്ട് വന്നു. വീട്ടില് ബുദ്ധിമുട്ടുണ്ട്, ഞാൻ ഇപ്പൊ പോവുകയാണ് നേരത്തെ. അതിരാവിലെ തന്നെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ കാര്യങ്ങളും ഭഗവാൻ നടത്തി തന്നു. ഇന്നലെ വന്നതാണ്. ഇന്നലെ രാവിലെ വന്ന് രാവിലെ തന്നെ 4 പ്രാവശ്യം തൊഴുതു. ഇന്ന് രാവിലെ 2 പ്രാവശ്യം തൊഴുതു. ഭഗവാന്റെ അനുഗ്രഹം ചെറിയ ഭാഗ്യമല്ല ഭഗവാൻ തന്നത്, എല്ലാവർക്കും അത് കിട്ടട്ടല്ലേ. തിരക്കാണെങ്കിലും എനിക്ക് ഭഗവാൻ ഇത്രയും സൗഭാഗ്യം തന്നത് ഞാൻ ഭഗവാനോട് 100 നന്ദി പറയുകയാണ്. കാരണം അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം 4 പ്രാവശ്യം ഇന്നലെ എനിക്ക് തൊഴുവാൻ സാധിച്ചു. ഇന്നും 2 പ്രാവശ്യം ഞാൻ ഭഗവാനെ ഞാൻ വൃത്തിയായിട്ട് ഇത്രയും തിരക്കൊണ്ട് എല്ലാം ഉന്തലും തള്ളലും എന്തെങ്കിലും ഉണ്ടായാലും ഭഗവാൻ സ്വാമി സാറിന് ഞാൻ കൃത്യമായിട്ട് ഭഗവാൻ. പേരെന്താ? PI ലാസർ മാസ്റ്റർ. ഞാനിവിടെ ഫോർമർ മുനിസിപ്പൽ കൗൺസിലർ ആയിരുന്നു ഗുരുവായൂരിന്റെ. ഞാൻ ഏകാദശിയെ കുറിച്ച് ഒരുപാട് ഓർമ്മകൾ, ജ്വലിക്കുന്ന ഓർമ്മകൾ എൻ്റെ മനസ്സിലുണ്ട്. ഞാനൊക്കെ കുഞ്ഞുനാളിൽ ഇവിടെ വരുമ്പോഴൊക്കെ അന്ന് ഓടക്കോളിൽ ഊതി വിളിച്ച് ആളുകൾ പോകുന്നതും സിനിമയുടെ പരസ്യം തലയുടെ മുകളിൽ വെച്ച് കൊണ്ടുപോകുന്നതും ഒക്കെ കണ്ടതായിട്ടുള്ള ഓർമ്മകളുണ്ട്. അത്രയും ജനത്തിരക്കും തിക്കും തിരക്കും ഏകാദശി വിളക്കും എന്നാണ് ഒരു പഴഞ്ചൊല്ലി തന്നെയുണ്ട്, ഒരു പറച്ചിലുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ ഗുരുവായൂര്. ദശലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോകുന്നു. ആ വന്നു പോകുന്നവർ ഭഗവാനെ ദർശിച്ചു പോകുമ്പോൾ അത് വലിയൊരു സായുജ്യം അടഞ്ഞുകൊണ്ട് പോകുന്നതാണ്. ഞാനൊരു ക്രിസ്ത്യൻ ആണെങ്കിലും എൻ്റെ വീട് ഇവിടെയാണ്. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതും എൻ്റെ അനുഭവത്തിലും ഒരു വലിയൊരു ഗ്രേസ്, എന്തോ ഒരു ആധ്യാത്മിക ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന ഒരു ക്ഷേത്ര സന്നിധിയാണ് ഇവിടെ എന്ന് ഞാൻ പല ഹൈന്ദവ സഹോദരങ്ങളിൽ നിന്നും കേട്ടിട്ടുണ്ട്. എന്റെയും അനുഭവം അത് തന്നെയാണ്. ഇവിടെ വരുമ്പോൾ എന്തോ ഒരു പ്രത്യേകമായ ഒരു സ്പിരിച്വൽ എനർജി നമുക്കിവിടെ കിട്ടുന്ന സ്ഥലമാണ്. ഓക്കെ, താങ്ക് യു.